അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. പണ്ടൊക്കെ ദേ പോയി ദാ വന്നു എന്നാ. ഇപ്പം മോളുള്ളതുകൊണ്ട് കുറച്ച് റിസ്ക് ആട്ടോ. അതുകൊണ്ട് കാര്യമായിട്ട് ലഗേജും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അധികം ടൗണൊന്നും ടച്ച് ചെയ്യാണ്ടാട്ടോ പോകുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ, ജാനൈക്കാട്. പേര് പോലെ തന്നെ ഭയങ്കര കാടാട്ടോ ഇവിടെ. ആ കാണുന്ന കേട്ടോ ഇവിടുത്തെ റിസോർട്ട്, മഴവിൽക്കാട് റിസോർട്ടാണേ. സത്യം പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ കാണാത്തായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലേ. ഇവിടെ നമ്മൾ പോയിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. വലിയ കാടും വലിയൊരു പുഴയും വലിയൊരു പാലും അതൊക്കെ ആട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ നമ്മൾ അങ്ങനെ ടൗണെത്തി. ഇത് ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞ ഷോപ്പാട്ടോ. ഇവിടെ നിന്ന് മേവക്കുട്ടിക്ക് ഒരു സ്കീം ഉണ്ടായിരുന്നേ. അത് നമ്മൾ റിഡീം ചെയ്യാൻ വന്നാട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാറ് അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലൊന്ന് വെക്കേണ്ടി വന്നു. ആ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. അങ്ങനെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ ഈ ആലോചിക്കുന്നത് വേറെ ഒന്നുമല്ല, മേവക്കുട്ടി ട്രെയിനിൽ കയറിയാൽ അടങ്ങിയിരിക്കുമോ അതോ കുരുത്തക്കേടായിരിക്കുമോ എന്നൊക്കെ ആയിരിക്കും ആലോചിക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ ട്രെയിനിൽ കയറി. ബാക്കി വീഡിയോ